ഒരുപാട് നാളായില്ലേ ഹോസ്പിറ്റലും മരുന്നുകളും തെറാപ്പിയൊക്കെ ആയിട്ട് കഴിഞ്ഞു വിടുന്നു. വീട്ടിൽ വന്നപ്പോഴും അതേ സ്ഥിതി തന്നെ, മരുന്നുകളും തെറാപ്പിയും. ഈ റൊട്ടീനിലൊരു മാറ്റം വേണ്ടേ? അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ എല്ലാവരും പോകുന്നുണ്ട് ഗുണ്ടിൽപേട്ട് ഫ്ലവർ കാണാനും അവിടുത്തെ ഗ്രേപ്പ് ഫാം കാണാനൊക്കെ. അപ്പൊ നമ്മളും അവിടേക്കാട്ടോ ഈ യാത്ര. നമ്മുടെ ചിങ്കു അതുപോലെ വണ്ടി കയറി ഉറക്കം തുടങ്ങി. നമ്മുടെ യാത്ര വരുന്നത് ബത്തേരി, മുത്തങ്ങ, ബന്ദിപ്പൂര് വഴിയാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ആനേനെയൊക്കെ കാണാൻ കഴിഞ്ഞു. ആന എന്ന് പറഞ്ഞതും ചിങ്കു ചാടി പിടിച്ച് എണീറ്റ് പിന്നെ ആനേനെ നോക്കലായി അവളുടെ അടുത്ത പരിപാടി. അങ്ങനെ ആനേനെയൊക്കെ കണ്ട് ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിച്ച്, മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു. സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്, കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. നമ്മൾ ആദ്യം മുന്തിരിന്റെ ഫാം കാണാനാണ് പോയത്. അവിടെയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇട ദിവസമായിട്ട് പോലും ഒരുപാട് ആൾക്കാർ ഗ്രേപ്പ് ഫാം കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. ഈ ഗ്രേപ്പ് ഫാം ഇപ്പൊ ഓപ്പൺ ആക്കിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. എന്നിരുന്നാൽ കൂടി അതിനകത്ത് ഒരുപാട് മുന്തിരികൾ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആൾക്കാർ ഇങ്ങനെ കയറുമ്പോൾ അവര് പറിച്ച് അതിനുള്ളിലെ മുന്തിരികളൊക്കെ തീർന്നു പോവാനാണ് ചാൻസ്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അതിനകത്ത് ഒരുപാട് മുന്തിരികൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിന്റെ കാരണം അവിടെ ഉള്ളവർ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടാവും ആൾക്കാർ ഇത് പറിക്കാതെ. അവിടെ എത്തിയതേ ഓർമ്മയുള്ളൂ. ചിങ്കു ആണെങ്കിൽ അവിടെ ഇറങ്ങി അതിലിതിലൊക്കെ നടക്കാൻ തുടങ്ങി. അവളുടെ സ്വന്തം വീട് പോലെയാണ്. ഒരു പേടി ഉണ്ടായിരുന്നില്ല. ആൾക്കാരോട് പോയി സംസാരിക്കാൻ നോക്കുന്നു, കൈ കൊടുക്കാൻ നോക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും തിരിച്ചു വരാൻ നേരം നമ്മൾ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അവരങ്ങനെ പച്ചക്കറി വാങ്ങിക്കാൻ നിന്ന സമയത്ത് ഞാനും ചിങ്കുവൊക്കെ കാറിലേക്ക് നടന്നേ. മഴ വരാൻ പോണ പോലെ ഉണ്ടായിരുന്നു. നമ്മൾ കാറിൽ എത്തിയതും മഴ പെയ്തു. പച്ചക്കറി വാങ്ങിക്കാൻ നിന്നവരാണെങ്കിൽ മഴയത്ത് കുടുങ്ങിപ്പോയി. പിന്നെ നമ്മൾ കൊടയൊക്കെ കൊണ്ടു കൊടുത്ത് അവരെ കൂട്ടിയിട്ട് വന്നു. അങ്ങനെ ഒരുവിധം നനഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി, നമ്മുടെ ഫ്ലവർ ഫാം. നമ്മളങ്ങനെ പൂക്കളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചിങ്കു ആണെങ്കിൽ പൂക്കളൊക്കെ നോക്കി അതിലൂടെ ഇതിലൂടെയൊക്കെ നടന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയപ്പം നമുക്ക് മഴവില്ലും കാണാൻ സാധിച്ചേ. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ.